സഭാപ്രസംഗി 2:17 അങ്ങനെ സൂര്യന് കീഴെ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്തു. എല്ലാം മായയും വൃഥാപ്രയത്നവും അത്രേ. എല്ലാ സംഭവങ്ങളിലും ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് മനുഷ്യരിൽ പൊതുവായ കാര്യങ്ങൾ കാണുന്നു, എന്തുകൊണ്ട് വ്യത്യസ്ത സംഭവങ്ങൾ നടക്കുന്നു എന്നിങ്ങനെ നിരന്തരം ചിന്തിക്കുന്നവരുണ്ട്. സഭാപ്രസംഗി എന്ന പുസ്തക രചയിതാവും അത്തരത്തിൽ ആഴമായി ചിന്തിച്ച് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ ആ ഗണത്തിൽപ്പെട്ട മറ്റെല്ലാവരെയും പോലെ താനും അതിൽ പരാജയപ്പെടുന്നതാണ് കാണുന്നത്. ഒരേ പ്രവൃത്തി 2 പേർ ചെയ്തിട്ട് അതിൽ ഒരാൾ എന്തുകൊണ്ട് വിജയിക്കുകയും മറ്റേയാൾ എന്തുകൊണ്ട് പരാജയപ്പെടുകയും ചെയ്യുന്നു, എന്തുകൊണ്ട് നീതിമാനും ദുഷ്ടനും ഒരുപോലെ മരിക്കുന്നു എന്നിങ്ങനെയുള്ള തത്വചിന്തകളാണ് തന്നെ അലട്ടിയത്. ഇതിൻ്റെ എല്ലാം ആകത്തുക അതിനാൽ ജീവനെ വെറുത്തു എന്നാണ്. ജീവിതം ആസ്വദിക്കാനാകാത്തത് പല കാരണങ്ങൾ കൊണ്ടാണ്. അമിതമായ ചിന്തകൾ, അനാവശ്യമായ ആശങ്കകൾ, തെറ്റായ ആദർശങ്ങൾ, യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകൾ, മറ്റുള്ളവരെ നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്താൻ നടത്തുന്ന ശ്രമങ്ങൾ, അനാവശ്യമായ അവകാശ ചിന്തകൾ ഇവയെല്ലാം ജീവിതത്തെ ദുസ്സഹമാക്കുന്നു. നർമ്മം ആസ്വദിക്കാനാകാത്തത്, എല്ലാത്തിനെയും സംശയത്തോടെ സമീപിക്കുന്നതൊക്കെ ജീവിതം മടുപ്പുള്ളതാക്കും. നാം ആവശ്യമില്ലാത്ത ചിന്താകുലങ്ങൾ കൊണ്ട് നടക്കുന്നത് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുക മാത്രമല്ല, മറ്റുള്ളവരെ കൂടെ വല്ലാത്ത ശ്വാസം മുട്ടിക്കുന്ന മാനസിക സ്ഥിതിയുള്ളവരാക്കും. ആകയാൽ അത്തരം അവസ്ഥയിൽ നിന്ന് പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അത് എളുപ്പത്തിൽ നടക്കുകയില്ല. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന വിഷയം മനസ്സിലാക്കി അതിനെ പ്രായോഗിക പരിഹാരം അംഗീകരിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അത് പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നാൽ ജീവിതം ആസ്വാദ്യമാകും. തെരുവിൽ ജീവിക്കുന്നവരിൽ പോലും സന്തോഷം അനുഭവിക്കുന്നവരെ കാണാനാകും. ഏറ്റവും ലളിതവും പ്രായോഗികവുമായ മാർഗം ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുക എന്നതാണ്. അപ്പോൾ എല്ലാറ്റിനും അർത്ഥമുണ്ടെന്ന് മനസ്സിലായി തുടങ്ങും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.